സത്യം പറഞ്ഞ ഈ പണ്ടാരം പാഹയെ നമ്മളെ ചിരിപ്പിച്ചൊരു വഴിയൊക്കെ കേട്ടോ. എനിക്ക് തോന്നുന്നു ബി.ഡി. രായപ്പന്റെ അനിയനാണെന്ന് തോന്നുന്നു കേട്ടാ. ഒരു തെറ്റും ചെയ്യാത്ത രാഹുൽ ഗാന്ധിയെ 56 മണിക്കൂർ നേരം ചോദ്യം ചെയ്തു ഇഡി. കീമോതെറാപ്പി കഴിഞ്ഞിട്ട് അവശയായി നിൽക്കുന്ന ശ്രീമതി സോണിയാഗാന്ധിയെ പിടിച്ചുകൊണ്ടുപോയി 36ാമത്തെ മണിക്കൂറിൽ ഒരു കുഴിയിലിരുത്തി ചോദ്യം ചെയ്തു. ചോദ്യം ചോദ്യം ചോദ്യം. രാഹുൽ ഗാന്ധി 56ാമത്തെ മണിക്കൂറിൽ ചോദ്യം ചെയ്യുമ്പോ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് വന്നിട്ട് ഇഡിയുടെ ഉദ്യോഗസ്ഥൻ ചോദിച്ചത്രേ, മിസ്റ്റർ രാഹുൽ, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് രാഹുൽ, നിങ്ങൾ കരച്ചിൽ വരുന്നില്ലേ? നിങ്ങൾക്കൊന്ന് സങ്കടപ്പെട്ടൂടെ? നിങ്ങൾക്കൊന്ന് കൺപുരികങ്ങളിൽ ഒരു ചലനം വരുത്തിക്കൂടെ? നിങ്ങളുടെ നെറ്റിത്തടത്തിലൊന്ന് വിയർപ്പ് പിടിച്ചൂടെ? നിങ്ങൾക്കൊന്ന് പേടിക്കുന്നത് പോലെ ഒന്ന് ആഗ്രഹിക്കെങ്കിലും ചെയ്തൂടെ? നിങ്ങൾ യോഗിയാണോ മിസ്റ്റർ രാഹുൽ? എടി ചോദിച്ച ചോദ്യ. രാഹുൽ പറഞ്ഞു, സത്യമാണ് എന്റെ മതം. എന്താണ് സത്യമാണ് എന്റെ മതം? നിങ്ങൾ ഭാഗ്യവാന്മാരാണ് കേട്ടോ. രാഹുലിന്റെ തട്ടകത്തിലിരിക്കുന്നവർ നിങ്ങളാണ് കേട്ടോ, നിങ്ങളാണ് കേട്ടോ. ഇനി രണ്ടാമത് ശ്രീമതി സോണിയാഗാന്ധിയെ ഒരു കുഴിയിൽ കൊണ്ടുവന്നിരുത്തി ഒരു ട്യൂബ് ലൈറ്റും കത്തിച്ചു പിടിച്ചിട്ട് കീമോതെറാപ്പി കഴിഞ്ഞ് രോഗാതുരയായിട്ട് നിൽക്കുന്ന ശ്രീമതി സോണിയാഗാന്ധിയുടെ നടും അകത്തും പുറത്തുമായി ഒരു കവറേജ് ഉണ്ടാക്കി അകത്തും പുറത്തും വെച്ച് ശ്രീമതി ഗാന്ധിയെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. 36ാമത്തെ മണിക്കൂറിലും വിടാതിരിക്കുന്നത് കാണുമ്പോ കീമോതെറാപ്പിയുടെ ഗുളികകൾ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടൊരു സഹോദരി ഇഡി ചോദ്യം ചെയ്യുന്ന മതിൽക്കെട്ടിനപ്പുറത്ത് അങ്ങടും ഇങ്ങടും ഇങ്ങനെ ഓടുന്നുണ്ട്. ആരെന്നറിയോ? നമ്മുടെ പ്രിയങ്ക ഗാന്ധിയാ. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ ഇത് എന്നോട് പറഞ്ഞില്ല?